ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 2026 ചോതി നക്ഷത്ര ജാതകരുടെ വിഷു ഫലമാണ്. ഈ വർഷം ചോതി നക്ഷത്ര ജാതകരുടെ ഭാഗ്യവർഷമായി കണക്കാക്കാം. അതായത് നിങ്ങളുടെ സുവർണ കാലമാണ് ഇനി വന്നു ചേരുന്നത്. മീനശനി, മിഥുന വ്യാഴം, കൊല്ലവർഷം 1201, മേടമാസം 1 അതായത് 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച ഉദിച്ച് 8 നാഴിക 2 വിനാഴികയ്ക്ക്, അതായത് രാവിലെ 9:32 ചതയം നക്ഷത്രം, കുംഭക്കൂറും കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും വരാഹ കാരണവും ശുഭ്രനാമ നിത്യയോഗവും കൂടിയ സമയം മേടവിഷു സംക്രമം നടക്കും. ഈ വർഷത്തെ വിഷുഫലം പൊതുവിൽ എല്ലാ നക്ഷത്ര ജാതകർക്കും വളരെയധികം ഗുണകരമാണ്. ജൂൺ മാസത്തോടെ വ്യാഴം ഉച്ചനായി മാറുന്നതോടുകൂടി കുറേ കാലമായി നമ്മൾ അനുഭവിച്ചു വരുന്ന കഷ്ടതയ്ക്കെല്ലാം ഒരു ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ അറുതി വരുന്ന കാലമാണ്. അതായത് നല്ല പ്രതീക്ഷകൾക്ക് അവസരം വരുന്നു. അതുപോലെ വ്യാഴം അനിഷ്ട സ്ഥാനത്ത് വരുന്നവർക്ക് കൂടി ഉച്ചനാകിയാൽ ഗുണം ചെയ്തില്ലെങ്കിലും ദോഷം ചെയ്യുകയില്ലെന്നത് വളരെയധികം ആശ്വാസകരമാണ്. ഇനി ഈ വർഷത്തെ ചോതി നക്ഷത്ര ജാതകരുടെ വിഷു ഫലം നോക്കാം. വിഷു സംക്രമം കഴിഞ്ഞാൽ ചോതി നക്ഷത്ര ജാതകർ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ക്ഷമയും വിവേകവും വളരെയധികം പ്രധാനമാണ്. അതായത് ദൈവാനുഗ്രഹം, കഠിന അധ്വാനം, ശരിയായ തീരുമാനങ്ങൾ ഇവയിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ കാലത്തെ വെല്ലുവിളികളെയെല്ലാം തന്നെ മറികടന്ന് വിജയം നേടുവാൻ സാധിക്കൂ. ഈ കാലയളവിൽ സാമ്പത്തികമായി നിങ്ങൾക്ക് വലിയ പുരോഗതി ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിലും ആരോഗ്യം സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. അതായത് അനാരോഗ്യം, അപകടങ്ങൾ തുടങ്ങിയ അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള കാലമായതിനാൽ ഈ കാലഘട്ടത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കുകയും ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. മധ്യവയസ്സിനു താഴെയുള്ളവർക്ക് ഈ കാലയളവ് സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്ന വർഷമാണ്. ചില നല്ല കാര്യങ്ങൾക്കൊപ്പം ചില വെല്ലുവിളികളും ഉണ്ടാകുവാനിടയുണ്ട്. അസ്ഥി, ത്വക്ക് രോഗങ്ങൾ എന്നിവ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ വിദേശ യാത്ര എന്ന സ്വപ്നം സഫലമാകും. യാത്രകൾ ആസൂത്രണം ചെയ്യുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കുകയും സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് വളരെയധികം അനിവാര്യമാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവസരങ്ങൾ വളരെയധികം പ്രയോജനപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. ഗവേഷകർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്തുവാൻ കഴിയും. അതുപോലെ പുതിയ ആശയങ്ങൾ പരീക്ഷിക്കുവാനും നൂതനമായ സമീപനങ്ങൾ സ്വീകരിക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. അതുപോലെ പുതിയ അവസരങ്ങൾ ഏറ്റെടുക്കുവാനും ലക്ഷ്യങ്ങൾ നേടുവാനും ഇതൊരു നല്ല സമയമാണ്. ശത്രുദോഷവും തടസ്സങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ക്ഷമയോടെയും ധൈര്യത്തോടെയും ഇവയെ എല്ലാം നേരിടുക. ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റപ്പെടുന്നതാണ്. വരവറിയാതെയുള്ള ചെലവ് വർദ്ധിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ എല്ലാം തന്നെ ശ്രദ്ധാലുവായിരിക്കുക. 9 വയസ്സിനു താഴെയുള്ള കുട്ടികളും അവരുടെ കുടുംബങ്ങളും ഈ രാഹു ദശയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. അതായത് മാതാവിന് അഗ്നിബാധ, വീഴ്ച, അപകടങ്ങൾ, ഒടിവ്, ചതവ് എന്നിവയുണ്ടാകുവാൻ സാധ്യതയുള്ള കാലമായതിനാൽ ഈ കാലയളവിൽ മാതാവ് വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം. പിതാവിന് വിദേശത്ത് തൊഴിലവസരങ്ങൾ ലഭിക്കുവാനും കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. 25 വയസ്സുവരെയുള്ള വ്യാഴദശയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിതി, വിദ്യാഭ്യാസം, വിവാഹം, കുടുംബം, തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകും. വ്യാഴസ്ഥാനമനുസരിച്ച് വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയിൽ രാജാവോ യാചകനോ ആയി മാറുവാനുള്ള സാധ്യതയുണ്ട്. ധനനഷ്ടം, ദാരിദ്ര്യം എന്നിവ വരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്.
അതുപോലെ തൊഴിൽ വഴി വളരെയധികം ധനം സമ്പാദിക്കുവാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് പാഠ്യവിഷയങ്ങളിൽ കഴിവ് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതാണ്. ചിലർക്ക് ഈ ദശയിൽ വിവാഹം കഴിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. ചില ജാതകരുടെ മാതാപിതാക്കൾക്ക് തൊഴിൽ തടസ്സങ്ങളുണ്ടാകും. വ്യാഴദശയുടെ അവസാന സമയത്ത് ജാതകരുടെ പിതാവോ തത്തുല്യരായ ആളുകളോ മരണപ്പെടുവാൻ ഇടയുള്ള കാലമാണ്. ദുഷിച്ച കൂട്ടുകെട്ടുകൾ മൂലം അപമാനം, ദുഃഖം എന്നിവയുണ്ടാകുവാനും ഇടയുള്ള കാലമാണ്. ജാതക ഗണനം നടത്തുകയും ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതും വളരെയധികം പ്രധാനമാണ്. 44 വയസ്സുവരെ നീണ്ടു നിൽക്കുന്ന ശനിദശയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്ന കാലമാണ്. അതായത് സകല കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അന്യജാതിയിൽ നിന്നും കൃഷിഭൂമിയിൽ നിന്നും ധാരാളം ധനമുണ്ടാകും. അതുപോലെ തന്നെ ശനിദശയുടെ അവസാന കാലത്ത് കാര്യലാഭം, ധനനേട്ടം, സൗഭാഗ്യം ഒക്കെയും ഉണ്ടാകും. ഇനി 61 വയസ്സുവരെയുള്ള ബുധദശ കാലത്ത് ഉച്ചരാശിയിലെ ബുധൻ ജാതകർക്ക് അക്ഷരങ്ങളിലൂടെയും അക്കങ്ങളിലൂടെയും കീർത്തിയും ധനസമ്പാദന സ്രോതസ്സുകളും തുറന്നു നൽകുന്നതാണ്. എഴുത്തുകൾ വഴിയും കണക്കുകൾ വഴിയും വിജയകരമാകുന്ന ജീവിത മാർഗം തെളിയും. ബാങ്കിങ്, കോൺട്രാക്ടിങ്, എഞ്ചിനീയറിംഗ്, കല, സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ഭുതകരമായ വളർച്ചയും അസൂയ ജനിപ്പിക്കുന്ന പേരും പെരുമയും ലഭിക്കുന്നതാണ്. ഈ ദശയിൽ കേതുവിൻ്റെ അപഹാരം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം കലഹം, ദ്രവ്യനാശം, ഭൂമി നഷ്ടം, വ്യവഹാരം, രോഗങ്ങൾ എന്നിവയുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ ദശയുടെ അവസാനം ധനലാഭം, വാഹനലാഭം, തൊഴിലിൽ ഉന്നതി എന്നിവ ലഭിക്കുന്നതാണ്. ഈ വിഷു സംക്രമത്തിൽ വർഷത്തിൽ 2 പ്രധാന രാശി മാറ്റങ്ങൾ ഉണ്ടാകും. അവ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മെയ് മാസത്തിലെ വ്യാഴമാറ്റം മൂലം ഭൂമി നേട്ടമുണ്ടാകും. പുതിയ വസ്തുവകകൾ നേടുവാനോ നിലവിലുള്ളവ വിപുലീകരിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. 2026 മാർച്ച് മാസത്തിലെ ശനി മാറ്റം കീർത്തി, ധനലാഭം, സർവകാര്യവിജയം എന്നിവ നൽകും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പുരോഗതി ലഭിക്കുവാനും പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനുമുള്ള ഭാഗ്യമുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. ചോതി നക്ഷത്ര ജാതകർക്ക് ആദിത്യൻ, ശനി, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലം അത്ര സുഖകരമല്ല. വെള്ളിയാഴ്ച ചോതി വരുന്ന ദിവസം നിശ്ചയമായും ലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ചോതി, ചതയം, തിരുവാതിര നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും വഴിപാടും നടത്തുക. നവഗ്രഹങ്ങളിൽ രാഹുവിനെയും ശുക്രനെയും പ്രീതിപ്പെടുത്തുന്നത് ഗുണകരമാകും. അതുപോലെ തന്നെ വെള്ള, കറുപ്പ്, ഇളം നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ലക്ഷ്മി ദേവിയെയും അന്നപൂർണേശ്വരിയെയും സർപ്പദൈവങ്ങളെയും ആരാധിക്കുക. അതുപോലെ നിത്യവും ഹനുമാൻ ചാലിസ ചെല്ലുക. ചോതി നക്ഷത്രത്തിൻ്റെ മൃഗമായ എരുമയെ യാതൊരു രീതിയിലും ഉപദ്രവിക്കാതിരിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ ഒരു സൂചന മാത്രമാണ്. ഓരോ വ്യക്തിയുടെയും ജനനഗ്രഹനില, യോഗങ്ങൾ, ദശ അപഹാരം എന്നിവ അനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ജാതക നിരൂപണം നടത്തുകയും ദശാനാഥനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ വ്യത്യാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതാണ്. അതുപോലെ ഗ്രഹദോഷങ്ങൾ പരിഹരിക്കുന്നതിലൂടെ നല്ല സമയത്തിൻ്റെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും മോശം സമയത്തിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.